കുട്ടി കുറ്റവാളികൾ എന്ന് വിളിക്കുന്നത് ശരിയാണോ? അക്രമം, കൊലപാതകം, ലഹരി ഇതൊക്കെ കുട്ടികളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? ഇനി ചെയ്താൽ തന്നെ അവരെ കുട്ടികളായിട്ട് പരിഗണിക്കാൻ പറ്റുമോ? പ്രായത്തിൻ്റെ, നിയമത്തിൻ്റെ ഈ ആനുകൂല്യം പറ്റിക്കൊണ്ട് എത്ര ക്രിമിനലുകളാണ് രക്ഷപ്പെട്ടത്? അല്ല, ഈ കുട്ടിയാവുന്നതിൻ്റെ പ്രായപരിധി എത്രയാണ്? പണ്ടാരോ നിയമപുസ്തകങ്ങളിൽ എഴുതി വെച്ച 18 വയസ്സ് എന്നുള്ളതാണ് ഇപ്പോഴും അഡൽട്ടാവുന്നതിൻ്റെ മാനദണ്ഡം എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ക്രിമിനൽ കേസുകളിലെങ്കിലും ഒരു പുനർവിചിന്തനത്തിന് സമയമായിട്ടില്ലേ? കൊടും ക്രിമിനലുകളെക്കാളും വേഴ്സ്റ്റ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ്, ഒന്നിനെയും കൂസാത്ത പ്രകൃതം. ഇനി ആരെങ്കിലും രക്ഷിതാക്കളോ അധ്യാപകരോ തിരുത്താൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ ചൈൽഡ് ലൈനായി, കേസായി, പൊല്ലാപ്പായി. തൻ്റെ മുന്നിലിരിക്കുന്ന ഓരോ വിദ്യാർത്ഥിയെയും പേടിച്ചുകൊണ്ടാണ് പല അധ്യാപകരും ക്ലാസ് എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ തെറ്റാവില്ല. തനിക്കെതിരെ വരുന്നത് അധ്യാപകനാവട്ടെ, രക്ഷിതാവട്ടെ, ആരാവട്ടെ, അവർക്കെതിരെ എന്ത് നിയമക്കുരുക്കിട്ട് പൂട്ടാമെന്നുള്ള ധാരണ പല വിദ്യാർത്ഥികൾക്കും ഉണ്ട്. അവനവൻ്റെ അവകാശങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ബോധവും എന്നാൽ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് യാതൊരു ധാരണയില്ലായ്മയും. ഇതിനെല്ലാം പരിഹാരം അധ്യാപകരുടെ കയ്യിൽ വടി കൊടുക്കലാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷേ കണ്ണുരുട്ടാൻ പാടില്ല, വഴക്ക് പറയാൻ പാടില്ല, തിരുത്താൻ പാടില്ല, വടിയെടുക്കാൻ പാടില്ല, കുട്ടികൾക്ക് യാതൊരു സ്ട്രെസ്സും കൊടുക്കാൻ പാടില്ല അത്രേ. ഇങ്ങനെ തുടങ്ങിയ കുറേ മണ്ടം ഫിലോസഫികളും നമ്മുടെ സിസ്റ്റത്തിലെ ലൂപ്പ് ഹോളുകളുമാണ് ഈ പ്രശ്നം ഇത്രമേൽ ഗുരുതരമാക്കിയത്, വഷളാക്കിയതെന്ന് പറഞ്ഞാൽ തെറ്റാവില്ല. ആദ്യം നമ്മുടെ കുട്ടികളെ ആ ഫാൻറ്റസി വേൾഡിൽ നിന്നും റിയാലിറ്റിയിലേക്ക്, യഥാർത്ഥ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. ജീവിതം പഠിപ്പിക്കണം. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കേസുകൾ നമ്മൾ ഇനിയും കേൾക്കേണ്ടി വരും.